മുന്നിൽ പോണോ? മുന്നിൽ പോണോ? പോയി അപ്പോ തുള്ളിക്കോ ഒന്നിച്ച് സ്പീഡ് പോട്ടെ. 4 ജെ അവന്റെ തല ഒരാൾ കൂടെ ഉണ്ട്. ഏജ് കാണിച്ചാകട്ടെ. നീ 21 റേഞ്ച് ബ്രോ എന്താ ചെയ്യുന്നേ? അല്ലല്ല എന്നാ മാറ്റി. എന്താ ആവശ്യമുള്ള കിടപ്പുണ്ടോ? തെന്നുന്നുണ്ടോ? ഇല്ല അങ്ങനൊക്കെ തന്നെ ആയിരിക്കും.
ഇവിടെ ആളുണ്ടോ? ആളുണ്ടോ? ഉണ്ട്. ഓ പരിപാടി പനി പിടിച്ചതിൻ്റെ കൊളാവും എല്ലാം. പനി പിടിച്ച കൊളാവും ചിലപ്പോൾ. ഇപ്പൊ ഒരു മൂടില്ലായിരുന്നാല് തങ്ങള് ഹരത്തിലാണല്ലോ. തങ്ങള് എന്താ പോകാം. ചെമ്മീന ചെമ്മീന
എന്താ കിട്ടിയ രസമായിരുന്നു. ചെറിയ ഒരു അഭിപ്രായം. ഇപ്പോഴേ അത്യാവശ്യം ലേറ്റ് അറിയാമല്ലോ എല്ലാവർക്കും. എന്നാലും ഇവിടെ പറ്റുന്ന പോലെ കാര്യം ചെയ്ത് പിടിച്ച് നോക്കിയല്ലേ. നമ്മുടെ അവിടെ പോയാൽ അമ്പലമാണ്. നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെ ഒരു 1-2 മണിക്കൂർ നമുക്ക് വേണം തിരിച്ചു. ഓക്കെ, ഓൾറെഡി ഫുഡ് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് വേണോ നമുക്ക് അമ്പലത്തിൽ പോകണം. അമ്പലം അടുത്തല്ല, 2 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരു ബ്രോ പറയാം 800 മീറ്റർ ഉള്ളൂ. അത് മിസ് ചെയ്ത 2 ടീമാക്കിയാലോ ഈ കയറ്റം കണ്ടില്ലേ, ഇതുപോലുള്ള ഒരു കയറ്റം ട്രക്കിംഗ് ആണ് അത്. ഫുഡ് കഴിക്കാൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഫുഡ് കഴിക്കാൻ പോയിക്കാൻ അത് ഭയങ്കര നെഗറ്റീവിലേക്ക് പോവുള്ളൂ. അതിലും ബെറ്റർ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് 800 മീറ്റർ നേരെ റൂട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാലും അമ്പലത്തിൽ ഇതേ നടന്നാലും അവിടെ നടന്നാലും അമ്പലത്തിൽ പോകാൻ നേരത്തെ വേണം കയറിയിട്ട് കണ്ടിട്ട് പോയിട്ട് പോവാം. ബസ് അവിടെ തന്നെ ബസ് പുറപ്പെടുന്നത്, അതാ സ്റ്റാൻഡ്. മനസ്സിലായോ? അവിടുന്ന് സ്റ്റാൻഡ് ബസ് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഉണ്ട് ബ്രോ. ലാസ്റ്റ് ബസ് 4:55. അപ്പോൾ അതായിരിക്കും കുറച്ച് ബെറ്റർ പ്ലാൻ തോന്നും. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഫുഡ് കഴിച്ചിട്ട് അവിടെ നിങ്ങൾ നേരെ 800 മീറ്റർ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് 800 മീറ്റർ കയറി അമ്പലത്തിലേക്ക് കയറാം. കയറുന്നവർ കയറാം, കാരണം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കയറുന്നവർ കയറാം, കയറുന്നവർ കയറണം. കയറുകയാണെങ്കിൽ പാപനാശിനി കണ്ട് ഞാൻ പോവാം. പിന്നെ ഫുഡിലേക്ക് പോയാൽ പോരാ, നേരെ നമുക്ക് ബ്രോ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് തന്നെ പോവാം. പ്രോപ്പർട്ടി തന്നെ അല്ല വന്ന വഴിയല്ല, വേറെ വഴി. ഗേറ്റിന് മുന്നിൽ കൂടെ കുറച്ച് മേലെ റോഡാണത്. സെയിം റോഡല്ലേ? വന്ന വഴിയല്ലല്ലോ എന്തായാലും.
മങ്ങലുണ്ടോ അല്ലെങ്കിൽ ക്യാമറ? അത് ഫോഗാണ്. ഇത് എന്താ USB ആണോ കണക്ട്? അത് പിന്നെ നല്ല ബാറ്ററി കംപ്ലൈൻ്റ് ആയി, അപ്പോൾ ഡയറക്റ്റ് കൊടുത്തതാണ്. അതിൽ അങ്ങനെ കിട്ടുമോ ലാസ്റ്റ് ചെയ്യും? ഓ ലാസ്റ്റ് ചെയ്യും. പവർ ബാങ്കാ? പവർ ബാങ്ക് കൊടുത്ത് എത്ര നേരം കാണും കിട്ടും. ബാറ്ററി ഫുൾ ചാർജ് അരമണിക്കൂർ, കണ്ടിന്യൂസ് ഷൂട്ട് അരമണിക്കൂർ. അപ്പോൾ ഇതല്ലേ കുറച്ചും കൂടി ബെറ്റർ. അതാണ്. മറ്റേ അങ്ങനെ കണ്ടിന്യൂസ് ഇപ്പോൾ ചെയ്യല്ല, അങ്ങനെ പോസ്റ്റ് ചെയ്ത് ചെയ്യാം, അപ്പോൾ കുറേ കിട്ടും. നിന്നിട്ടില്ല, അത് പോറിയല്ലേ. ഇവരാണ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാർ. ഹായ് മോനൂസ്. കടക്കാരൻ പറയണ്ട അതെല്ലാ സ്ഥലത്തും, അത് ഇവിടെ മാത്രമല്ല. എന്താ മിസ്റ്റർ നായ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റൂല അല്ലേ? ചളി. അടുത്ത ദിവസം എല്ലാവരും ഇതുവഴി കയറാൻ തുടങ്ങിയാലും ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക്. ഏത് നൈറ്റിൽ ക്ലോസ് ചെയ്യുന്ന നൈറ്റിൽ ക്ലോസ് ചെയ്യുന്ന കാര്യം നൈറ്റിൽ ക്ലോസ് ചെയ്താൽ അപ്പോൾ ഈ റൂട്ട് ഈ റോഡ് അപ്പോൾ ഏതാണ്? തോൽപ്പെട്ടി ആ റൂട്ടല്ലേ? ആ റൂട്ടാണ് തോൽപ്പെട്ടി വഴി കൂർക്ക കൊടകിലേക്ക് കയറണമെങ്കിൽ അത് കയറുകയും ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റേ കുട്ടവഴി കൊടകേക്കല്ല എല്ലാവരും കയറല്. കുട്ടവഴി കൊണ്ടു കയറാം. ആ ഹുൻസൂർ ആ റൂട്ടിൽ അങ്ങനെ കയറിയാൽ അത് നല്ല കാണാം. എന്തോ റിസർവ് ഉണ്ടല്ലോ അത് മറ്റേ നമ്മുടെ നാഗറോള വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ്. അല്ല, ടൈഗറിന്റെ റിസർവ് ഇല്ല, അത് മറ്റേ ടൈഗർ റിസർവ് അപ്പുറമാണ് രാജീവ് ഗാന്ധി. ബന്ദിപ്പൂർ അല്ല ഈ സൈഡ് കുട്ടൻ്റെ സൈഡ് കുട്ടയുടെ സൈഡിൽ നിന്ന് നാഗറോളയാണ്. നാഗറോളയും തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. നമ്മൾ അതുവഴി കയറിയിട്ട് അമ്പലത്തിൻ്റെ കിഴക്കേ നട വഴി എന്നിട്ട് ഇവിടെ ഇറങ്ങാനുള്ള പ്ലാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫോറസ്റ്റിനകത്തൂടെ റോഡുണ്ട്. ഓക്കെ. പക്ഷേ ഇപ്പം സമയത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ശരിക്കും മാനേജ് ചെയ്യേണ്ടി വരുന്നു. ഭക്ഷണം ജോബി വരുന്നുണ്ട് സൂര്യേട്ടൻ്റെ അവിടെ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 8:30 ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി അരമണിക്കൂർ നമ്മൾ നേരത്തെ ആക്കിയതാണ് 8 o'clock. അപ്പം 9:30 ഫിനിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ 9 o'clock ഫിനിഷ് ചെയ്തിട്ട് 9 o'clock ഷാർപ്പിന് അവിടെ നിന്ന് ഇറങ്ങുന്നു, താഴേക്ക് പോകുന്നു. മാക്സിമം 11-11:15 കുളി കഴിഞ്ഞ് കയറുന്നു. അപ്പം അമ്പലത്തിലേക്ക് കയറിയിട്ട് ഇറങ്ങുന്നു. അമ്പലത്തേക്കാരും ഗ്രൂപ്പായിട്ട് പോകില്ല, എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ്. അങ്ങനെ എങ്ങനെ? അതായത് ഇപ്പം അങ്ങനെ ഗ്രൂപ്പായിട്ടാണോ അമ്പലത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇനി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചാണ്. വേണേലും അമ്പലത്തിൽ പോകുന്നൊക്കെ പോവാം. അങ്ങനെ ഇനി പോയിട്ടെന്ന് പറഞ്ഞാൽ നടയൊക്കെ അടച്ചിട്ടുണ്ടാവില്ല, 5:30 തുറക്കുള്ളൂ. അയ്യോ, എത്ര മണിക്കാണ് ക്ലോസ്? 12:30. 12 മണി മാക്സിമം ആയിരിക്കും. അവിടെ ഏതാ? ബ്രഹ്മ എന്താ? വിഷ്ണുവാണ്. വിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രമാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. അത് നിങ്ങളെ മലപ്പുറം ഭാഗത്താണ് വിഷ്ണുമായ. വിഷ്ണു. ഇത് മഹാവിഷ്ണു. മഹാവിഷ്ണു, സാക്ഷാൽ വിഷ്ണു. ആ പാമ്പിൻ്റെ പുറത്ത് സംഭവം നമുക്ക് ഇതൊക്കെ അറിയാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ സംഭവിച്ചാൽ നമ്മൾ മറ്റേ ചികിത്സ ഉണ്ടാവില്ലേ, ചികിത്സ ഉണ്ടാവില്ലേ, എന്ത് ചികിത്സ? ഈ അസ്മായിൻ്റെ ചികിത്സ ഉണ്ട് ഓക്കെ. അളിയനക്ക്. അപ്പോൾ ഈ ഇളകുന്ന പെണ്ണുങ്ങളുണ്ടാവും,